ഇന്ത്യയുടെ പ്രതിരോധ നിക്ഷേപങ്ങൾ വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. വൻ പദ്ധതികൾക്കാണ് ഇന്ത്യ കോപ്പുകൂട്ടുന്നത്. ബെല്ല് പോലുള്ള വലിയ വലിയ കമ്പനികൾ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്നത്. ഇന്ത്യ ഇത് തദ്ദേശീയമായി വികസിപ്പിക്കുന്നത് തദ്ദേശീയ ആവശ്യങ്ങൾക്ക് മാത്രമല്ല എന്നുള്ളത് നമുക്കറിയാം. പ്രതിരോധ നിക്ഷേപങ്ങളിൽ വലിയ തോതിൽ പ്രതിരോധ വ്യാപാരങ്ങളിൽ മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ആ ഒരു തലത്തിൽ കൂടി ആയിരിക്കുമല്ലോ ഇന്ത്യ ഈ പറയുന്ന പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്ന നിർമ്മാണങ്ങളെല്ലാം നടത്തുന്നത്. എന്തൊക്കെയാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ? അതായത് ഇപ്പോൾ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ചേർന്നുകൊണ്ട് നമ്മൾ രണ്ട് വൻ കരാറാണ്, പ്രതിരോധ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ ഒന്ന് എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള ബെമൽ, അതായത് BEML, ബെമലുമായി ചേർന്നുകൊണ്ട് 293.81 കോടി രൂപയുടെ പുതിയ ഓർഡറാണ് അത് ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി 150 ഹൈ മൊബൈലിറ്റി വാഹനങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കരാറാണ്. ഈ വാഹനങ്ങളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാലക്കാട് കഞ്ചിക്കോട്ടുള്ള ബെമൽ പ്ലാന്റ് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 6x6 വിഭാഗത്തിൽപ്പെട്ട ഒരു കൂറ്റൻ സൈനിക വാഹനമാണിത്. ഇതിൻ്റെ നിർമ്മാണം പ്രധാനമായും നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഞ്ചിക്കോട്ടെയും മൈസൂരുവിലെയും പ്ലാന്റുകളിലായിട്ടാണ്. പുതിയ ഓർഡർ ലഭിച്ചതോടുകൂടി കഞ്ചിക്കോട്ടെ പ്ലാന്റിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി വിപുലമാകുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നുണ്ട്. കാര്യക്ഷമതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിച്ച ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനാണ് ഈ പ്രതിരോധ കരാർ കിട്ടിയിരിക്കുന്നത് എന്നുകൂടിയുണ്ട്. അപ്പോൾ ഇത് ഈ കമ്പനിയുടെ നിലനിൽപ്പിന് വലിയ ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും. ഇനി നമുക്ക് ഹൈ മൊബിലിറ്റി വാഹനങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഏത് ദുർഘടമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഒരു പാതയിലൂടെയും സഞ്ചരിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് ഈ 6x6 ഹൈ മൊബിലിറ്റി വാഹനങ്ങൾ എന്ന് പറയുന്നത്. പർവ്വത പ്രദേശങ്ങളിലും മഞ്ഞുമലകളിലും മരുഭൂമിയിലുമൊക്കെ ഒരേപോലെ തന്നെ കാര്യക്ഷമതയോടുകൂടി ഇതിന് പ്രവർത്തിക്കാൻ സാധിക്കും. സൈനികരെയും ആയുധങ്ങളെയും ഒക്കെ അതിവേഗത്തിൽ അതിർത്തികളിലേക്ക് എത്തിക്കാനും ഈ വാഹനത്തിന് കഴിയും. ഇത് വളരെ വലിയ രീതിയിൽ തന്നെ അതിനുള്ള ഒരു പങ്ക് വഹിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ ബെമൽ വലിയൊരു പങ്ക് വഹിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുകയാണ്. ഇത് വലിയൊരു പ്രതീക്ഷയാണ് നൽകുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന് വ്യോമ പ്രതിരോധ ഫയർ കൺട്രോൾ റഡാറാണ്. ഇതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ബെല്ലുമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു കരാറ് ഒപ്പിട്ടിരിക്കുന്നത്. ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധകാലത്ത് ഓപ്പറേഷൻ സിന്ദൂറിലുമൊക്കെ നമ്മൾ കണ്ടതുപോലെ പരമ്പരാഗതമായിട്ടുള്ള യുദ്ധോപകരണങ്ങളൊന്നും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എല്ലാം അതിനൂതനമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ MiG-21 ഒക്കെ മാറ്റിക്കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് അതിൻ്റേതായ സമയത്ത് വലിയ രീതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു വിമാനമാണ്. ഇപ്പോഴത് മാറ്റിയെന്ന് മാത്രമുള്ളത്. ഇപ്പോൾ നൂതനമായിട്ടുള്ള ആയുധങ്ങളും നിർണായകമായിട്ടുള്ള ഇൻ്റലിജൻസ് കാര്യങ്ങളും ഒക്കെ ചേർത്തിണക്കിക്കൊണ്ടുള്ള യുദ്ധോപകരണങ്ങളൊക്കെയാണ് എടുക്കുന്നത്. ഈ മാറ്റങ്ങൾ കണക്കിലെടുത്തിട്ടാണ് ഇന്ത്യയും ഏറ്റവും കൂടുതൽ പുതിയ ആയുധങ്ങളൊക്കെ നമ്മൾ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അടുത്തിടെ ബെമലുമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിരോധ മന്ത്രാലയവും ബെല്ലും തമ്മിൽ പ്രധാന ഒരു കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ കരാറും 2000 കോടി രൂപയുടെ കരാറാണ് ഈ പറയുന്ന കരാറും. അപ്പോൾ ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിനായിട്ട് എയർ ഡിഫൻസ് ഫയർ കൺട്രോൾ റഡാറാണ് നിർമ്മിക്കുക. മെയ്ഡ് ഇൻ ഇന്ത്യ റഡാറുകൾ ആത്മനിർഭർ പരിപാടിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ്. വിദേശ ആയുധങ്ങളിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലുമൊക്കെ നമ്മൾ മറ്റ് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക കൂടി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, അതാണ് ബെൽ എന്ന് പറയുന്നത്, 2000 കോടിയുടെ കരാറാണ്. കരാർ പ്രകാരം ഇന്ത്യൻ സൈന്യം ബെല്ലിൽ നിന്ന് വ്യോമ പ്രതിരോധ കൺട്രോൾ റഡാറുകൾ വാങ്ങുകയാണ്. ഈ പറയുന്നത് പോലെ ഈ ഒരു റഡാർ എന്ന് പറയുന്നത് ഇന്ത്യൻ സേനയെ വളരെയധികം ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന് വേണം നമ്മൾ വിശ്വസിക്കാനായിട്ട്. ഈ കരാറിനെ അതായത് നമ്മൾ സ്വദേശീയമായി രൂപകൽപ്പന ചെയ്ത് നമ്മൾ തന്നെ വികസിപ്പിക്കുന്ന വിഭാഗത്തിലാണ് ഈ ഒരു റഡാർ ഉൽപ്പാദിപ്പിക്കുന്നതിനെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2025 ജൂലൈ 25-നാണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ട് പ്രതിരോധ മന്ത്രാലയത്തിലെയും ബെല്ലിൻ്റെയും ഉദ്യോഗസ്ഥർ
ഇത് ഔപചാരികമായിട്ട് കൈമാറ്റം ചെയ്യുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരം പ്രധാന ഇടപാടുകളൊക്കെ ഇന്ത്യൻ MSMEകളെ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനും അസംസ്കൃത വസ്തുക്കളുടെയൊക്കെ വിതരണത്തിനും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ തദ്ദേശീയമായിട്ട് നമ്മുടെ ഒരു പോളിസി മോദി വന്നതിന് ശേഷം അതാണ്, തദ്ദേശീയമായിട്ട് തന്നെ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു റീല് കണ്ടു. അപ്പോൾ അതിൽ മോദിയുടെ റീലാണ്. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പോലും നമ്മുടെ വീട്ടിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന ടേബിളിൽ ഇന്ത്യ നിർമ്മിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം, അത്രയും അതിസൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഇന്ത്യയുടേതായ തനത് കൈമുദ്ര പതിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം എന്നുള്ളൊരു ആഹ്വാനം കൂടിയാണ്. അപ്പോൾ ആ രീതിയിലേക്കാണ് ഈ പ്രതിരോധ രംഗത്തും നമ്മൾ ഇപ്പോൾ ഇനി നമ്മൾ റഷ്യയുമായി ചേർന്നുകൊണ്ട് ഈ പടക്കപ്പൽ നിർമ്മിക്കുന്നില്ല, അതും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു. നമ്മുടെ 8ാമത്തെ പടക്കപ്പലാണ് റഷ്യയുമായി ചേർന്നുകൊണ്ട് ചെയ്തത്, INS തമൽ. ആ തമലിന് വളരെ വികാരനിർഭരമായിട്ടുള്ള യാത്രയപ്പൊക്കെയാണ് റഷ്യ നടത്തിയത് പോലും. എന്തായാലും ഈ പറയുന്ന റഡാറിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് വായു ഭീഷണികളൊക്കെ കണ്ടെത്താൻ ഇതിന് കഴിയും. യുദ്ധവിമാനങ്ങൾ, സൈനിക ഹെലികോപ്റ്ററുകൾ, ആത്മഹത്യാ ഡ്രോണുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള വ്യോമ ഭീഷണികളും കണ്ടെത്താനായിട്ട് ഈ തദ്ദേശീയമായിട്ടുള്ള ഈ അഗ്നി നിയന്ത്രണ റഡാറുകൾക്ക് കഴിയുമെന്നാണ് പറയുന്നത്. മറ്റൊന്ന് 13 പുതിയ കരാറുകളാണ് ഇത്തരത്തിൽ വന്നിട്ടുള്ളത്. ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് 1981 കോടി രൂപയുടെ 13 പുതിയ കരാറുകൾക്കാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ അംഗീകാരം നൽകിയത് എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ സൈന്യത്തിൻ്റെ ആത്മവീര്യം കൂട്ടുന്ന ഒന്നുകൂടിയാണ്. പലപ്പോഴായി ഈ ഓപ്പറേഷൻ സിന്ദൂർ നടന്നതിന് ശേഷം വ്യാപകമായിട്ടുള്ള കാര്യങ്ങൾ വീഡിയോസിലെല്ലാം കണ്ടത് പല മുതിർന്ന ഉദ്യോഗസ്ഥരുമൊക്കെ പറയുന്നത് ഇന്ന് ഞങ്ങൾക്ക് സൈന്യത്തിൽ സേവനം ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഒരു സൈനികൻ വളരെ വികാരനിർഭരമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അന്ന് ആജ്ഞയ്ക്കായിട്ട് കാത്തിരിക്കണമായിരുന്നു. നമ്മുടെ ആളുകളെ വന്ന് അടിച്ചിട്ട് പോകുമ്പോൾ, കൊന്നിട്ട് പോകുമ്പോൾ നമ്മളൊരു അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കണമായിരുന്നു. ഇന്ന് ഒരു അടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചിട്ട് വന്ന് തിരിച്ചു പറയൂ എന്ന് പറയുന്ന ഒരു ഭരണ നേതൃത്വം നമുക്കുണ്ട്. ആ സമയത്ത് എനിക്ക് സൈന്യത്തിൽ സേവനം ചെയ്യാൻ സാധിക്കാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരവധി ഒരുപാട് പേരുണ്ട്. അതായത് പണ്ട് നമ്മുടെ ഒരു പോസ്റ്റിൽ നമ്മുടെ ഒരു ബോർഡറിലെ ഒരു പോസ്റ്റിൽ ഒരു സൈനികൻ ഇരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ മെഷീൻ ഗണ്ണുണ്ട്, അവൻ്റെ കയ്യിൽ റോക്കറ്റ് ലോഞ്ചറുണ്ട്, ഗ്രനേഡുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. അവന്മാർ അവിടെ നിന്ന് ഫയർ ചെയ്യും. അവന്മാർക്ക് ഓർഡർ ഉണ്ട്. അപ്പോൾ അന്ന് സൈനികർക്കെന്ന് പറഞ്ഞാൽ തിരിച്ചൊരു അടി കൊടുക്കാൻ പറ്റില്ല. അന്ന് അടിക്കുകയാണെങ്കിൽ വലിയ ചോദ്യം വരും, അവനെ സസ്പെൻഡ് ചെയ്യും, ജോലിയിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ എന്താ ചെയ്യുക? അവർ മിണ്ടായിരിക്കും, മാക്സിമം സഹിക്കും. ഇത് സിനിമകളിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു AK-47 വെച്ചാണ് ഫയർ ചെയ്തതെങ്കിൽ ഇവിടുന്ന് പറയും നിങ്ങൾ LMG വെച്ചിട്ട് ഫയർ ചെയ്യും. അവൻ LMG വെച്ചിട്ടാണ് ഫയർ ചെയ്തതെങ്കിൽ നിങ്ങൾ റോക്കറ്റ് ലോഞ്ചർ ഉപയോഗിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പാകിസ്ഥാൻകാർക്ക് ഫയർ ചെയ്യുമ്പോൾ പേടിയാണ്. അപ്പോൾ ഇപ്പം നമുക്കറിയാവുന്ന സൈനിക സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പോകുമ്പോഴത്തേക്കും ബോർഡർ പെട്രോളിങ്ങിനെങ്ങാനും പോകുമ്പോഴത്തേക്കും പണ്ടൊക്കെ ഈ അവർ പറയും കൃഷി സ്ഥലങ്ങളിലൂടെയാണ് ഈ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലുള്ളവരൊക്കെ കടന്നു പോവുക. അപ്പുറത്ത് നിന്നിട്ട് ഇവന്മാർ ചീത്ത വിളിക്കും പാകിസ്ഥാൻകാർ. ഇപ്പോൾ അത് നടക്കില്ല. ഇപ്പം ഈ അതിൽ ചാടി കടന്ന് അവിടെ ചെന്ന് അടിയും കൊടുത്തിട്ട് തിരിച്ചിങ്ങി പോരും. അവർ മിണ്ടാതിരിക്കാനേ പറ്റുള്ളൂ. ഒരുത്തൻ അനങ്ങിയാൽ ഇവിടെ നിൽക്കുന്നവർ മൊത്തം വെടിവെക്കുന്നുള്ള അവസ്ഥ. അപ്പോൾ ആ തരത്തിലേക്ക് കഴിവുറ്റ രാഷ്ട്രീയ നേതൃത്വം വന്നതോടുകൂടി തന്നെ കഴിവുറ്റ സൈന്യത്തിന് അതിൻ്റെ വീര്യം പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മളെ 26/11 അറ്റാക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് മൗനി ബാബയായിരുന്ന പ്രധാനമന്ത്രി വന്ന് നിന്നിട്ട് വിതുമ്പിക്കൊണ്ട് വലിയ നഷ്ടമാണ് രാജ്യത്തുണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുതിരി കത്തിക്കുക ചെയ്തത്. ഇപ്പോൾ മോദി എന്താ പറഞ്ഞത്? നോ മോർ കാൻഡിൽ ലൈറ്റ്സ്. ഇനി മെഴുകുതിരി സായാഹ്നങ്ങളില്ല, ഇനി ദീപാവലിയാണ് നമുക്കുള്ളത്. അടിച്ച് പട്ടപ്പിളക്കാനുള്ള പരിപാടിയാണ് നമ്മൾക്ക് കയ്യിലുള്ളത്. നമുക്ക് അതിനുള്ള ആയുധങ്ങളുമുണ്ട്, കഴിവുള്ള ആമ്പിള്ളേരുമുണ്ട്. പണ്ട് ഈ നമ്മളുടെ പ്രതിപക്ഷമായിരുന്നപ്പോഴത്തേക്കും പാകിസ്ഥാനിലെ ഒരു പ്രധാനമന്ത്രി, ഇതൊരു പ്രസിഡൻറ്റുമാണെന്ന് തോന്നുന്നു, ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന കാലത്താണ് ഇന്ത്യയെ കളിയാക്കി, ഇന്ത്യ ഭരിക്കുന്ന വളയിട്ട പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മറുപടി പറഞ്ഞത് വാജ്പേയിയാണ്. വാജ്പേയി പറഞ്ഞ് വളയിട്ട ആണുങ്ങൾ ഒരിക്കൽ അങ്ങോട്ട് വന്നത് ഓർമ്മയുണ്ടല്ലോ, സിഖുകാരെ ഉദ്ദേശിച്ച്. വളയിട്ട ആണുങ്ങളുണ്ട് ഇവിടെ, അവരെ ഒരിക്കൽ വന്ന ഓർമ്മയുണ്ടല്ലോ. 3 ദിവസം കറാച്ചിയിൽ നിന്ന് 1971 കത്തിയത്. 3 ദിവസം അവിടുത്തെ പെട്രോൾ ബങ്കർ അടക്കം നിന്ന് കത്തുകയായിരുന്നു. പറഞ്ഞാൽ അത് ഓർമ്മയുണ്ടല്ലോ, ഇനി അങ്ങോട്ട് വിടും. ആ വാജ്പേയിയുടെ ശിഷ്യനാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് പാകിസ്ഥാൻ
ഒന്ന് ഓർമ്മിക്കണം. ആ ഓർമ്മിക്കുമ്പോഴത്തേക്ക് ഓർക്കുന്നത് നല്ലതാണ്. നല്ലതാണ്. അപ്പോൾ മനസ്സിലാകും ഇന്ത്യ എങ്ങനെ തിരിച്ചടിക്കും എന്നുള്ളത്. അത്രയേറെ മികവുറ്റതാണ് നമ്മുടെ സൈന്യം. ഇത്തരത്തിലുള്ള ഈ പറയുന്ന വൻതോതിലുള്ള ഈ പറയുന്ന പ്രതിരോധ സംവിധാനങ്ങളുടെ നിർമ്മാണം തന്നെ ഇന്ത്യയുടെ കരുത്ത് ഇരട്ടിയാക്കും. ഇന്ത്യ ഒരു ലോകശക്തിയായി മാറുകയാണ്. ഇന്ത്യ ഒരു വിശ്വഗുരു ആവുകയാണ്.